ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടാതെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ കൊട്ടാരമറ്റത്തിൽ പുനലൂര് കൊട്ടാരമറ്റത്തിൽ വീട്ടിൽ നമ്മുടെ അലീനയുമായി ഔതക്കുട്ടി ചെന്നു. അവിടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനെ ഔതക്കുട്ടീനെയൊക്കെ അവിടെ ആക്കിയിട്ട് തിരുവനന്തപുരത്ത് എന്തോ കാര്യത്തിനൊക്കെ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ഇട്ട് എല്ലാവരും കൂടെ അലീനെ അങ്ങോട്ട് മേരിക്ക് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മുടെ അലീനയോട് എന്താ പറയാ, വളരെയധികം മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. എന്തോ വലിഞ്ഞു കയറി അലീന വന്ന് അവിടെ നമ്മുടെ സ്റ്റാൻലിയുടെ എന്തൊക്കെയോ കട്ടോണ്ട് പോകാൻ, അല്ലെങ്കിൽ സ്റ്റാൻലിയുടെ സ്വത്തുക്കളൊക്കെ പറിച്ചെടുത്തോണ്ട് പോകാൻ, പിടിച്ചെടുത്തോണ്ട് പോകാൻ, വീതം ചോദിക്കാന് തന്റെ അച്ഛന്റെ തേടി വന്ന മകളെ എന്നുള്ള രൂപത്തിലാണ് എല്ലാവരും അലീനയെ കാണുന്നത്. ഈ പറയുന്ന നമ്മുടെ ഔസേപ്പച്ചനും ആൽബർട്ടും റൂബിച്ചനോ അങ്ങനെ കുറെ പേരുണ്ടല്ലോ, ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിയുടെ സഹോദരന്മാര്, അതുപോലെ തന്നെ ഔസേപ്പച്ചന്റെ ഭാര്യ, അതുപോലെ ആൻസി. ഇവരെല്ലാം നമ്മുടെ അലീനെ അത്രയ്ക്കും മോശമായിട്ടാണ് കണ്ടിരുന്നത്. അത്രയ്ക്കും മോശമായിട്ടെന്ന് പറഞ്ഞാല് അവിഹിതത്തിൽ ഉണ്ടായ സന്തതി കയറി വന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്നു എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ അലീന തന്നെയാണ് മാറ്റം വരുത്തുന്നത്. അലീന ആദ്യം അവിടെ കയ്യിലെടുക്കുന്നത് അവിടുത്തെ കുഞ്ഞു മക്കളെ തന്നെയാണ്. ഔസേപ്പച്ചന്റെ 2 മക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആൻസിയുടെ 2 മക്കളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടെ വന്നു. ഈ ഔസേപ്പച്ചന്റെ മക്കൾ കുറച്ച് പ്രായമുള്ളവരാണ് കേട്ടോ. പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അറിവായ പിള്ളേരാണ്. ബാക്കിയുള്ള ആൻസിയുടെ പിള്ളേരെന്ന് പറഞ്ഞാല് അവര് ചെറിയ പിള്ളേരാണ്. അപ്പൊ ഈ ആൻസിയുടെ പിള്ളേരെ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസിയുടെ പിള്ളേരെയാണ് ആദ്യം നമ്മുടെ അലീന വശത്താക്കുന്നത്. അലീന വശത്താക്കുന്നൊന്നും അല്ല കേട്ടോ. അലീനയുടെ സ്വഭാവത്തിന് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ കള്ളത്തരം ഇല്ലാത്തവരുടെയൊക്കെ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിള്ളേർ പെട്ടെന്ന് കൂട്ടൊക്കെ ആവൂല. അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസിയുടെ മക്കള് കൂട്ടായി അലീനയായിട്ട്. പിന്നെ അലീനയുടെ കൂടെയാണ്. അലീനയുടെ അടുത്തൊന്നും മാറുന്നില്ല. അലീന ഭക്ഷണം കൊടുക്കണം, അലീന കുളിപ്പിക്കണം, അലീന പഠിപ്പിക്കണം, ഇത് തന്നെ. അപ്പൊ ആൻസിയുടെ അമ്മയും അവിടെ തന്നെയാട്ടോ താമസിക്കുന്നത്. ഈ കൊട്ടാരമറ്റത്തിലാണ് ആൻസിയുടെ അമ്മയും താമസിക്കുന്നത്. അപ്പൊ ആൻസിക്കും ആൻസിയുടെ അമ്മയ്ക്കും ഏകദേശം നമ്മുടെ അലീനയുടെ സ്വഭാവമൊക്കെ മനസ്സിലായി. അങ്ങനെ അലീനയോട് ചെറിയ രീതിയിൽ ഒരു സോറിയൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞില്ലായിരുന്നു, അറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. അലീനയാണെങ്കിൽ അവിടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാണ്. ആൻസിക്കൊക്കെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. ആ വീട്ടിലെ A to Z വരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആൻസിയുടെ അമ്മയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ അലീന വന്നതുകൊണ്ട് കുട്ടികളുടെ കാര്യമേ നോക്കട്ടെ. കുട്ടികള് അവിടെ മറച്ചു വെക്കും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അവിടെ മറിച്ചെടുത്ത് തിരിച്ചു വെക്കുന്ന കുട്ടികളാണെങ്കിലോ ഇപ്പം അലീനയുടെ അടുത്ത് ഒതുങ്ങിക്കൂടി അലീന പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് നിൽക്കുന്നു. ഒരൊറ്റ ദിവസം നിന്നതേ ഉള്ളൂ നമ്മുടെ അലീന. അപ്പൊ തന്നെ എന്തു പറ്റി, നമ്മുടെ അലീന പിള്ളേരെ മാറ്റിയെടുത്തു. പിന്നെ ഔസേപ്പച്ചന്റെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഉണ്ട് 2 പിള്ളേർ, ഒരാണും ഒരു പെണ്ണുമാണുള്ളത്. അവർ വന്നപ്പോ ഒരു ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അവര് കുറച്ച് അറിവുള്ള പിള്ളേരാണ്. അപ്പൊ അവര് വന്നപ്പം കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് മാറിയിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പതിയെ അലീനയുടെ സ്വഭാവം അവരും മനസ്സിലാക്കി. അലീനയുടെ സ്വഭാവം അവരും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീനയായിട്ട് ഭയങ്കര കൂട്ടാകുന്നു. അങ്ങനെ ഔസേപ്പച്ചന്റെ പിള്ളാരും റോബർട്ടന്റെ പിള്ളാരും ആൽബർട്ടിന്റെ പിള്ളാരും എല്ലാവരും കൂടി നമ്മുടെ അലീന പിള്ളാരുടെ വശത്തായി. പിള്ളാര് അലീനയുടെ വശത്തായി. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഔസേപ്പച്ചൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു തീൻമേശയിലൊന്നും അവൾക്ക് സ്ഥാനമില്ല, അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ അവൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ ഈ ഔസേപ്പച്ച തന്നെ എന്ത് ചെയ്യുന്നു, അലീനയെ വിളിച്ചിരുത്തി അവിടത്തെ ഊണുമേശയില് നമ്മുടെ ഔതക്കുട്ടി ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇരുത്തി എന്ത് ചെയ്തു, ഭക്ഷണം കൊടുക്കുന്ന ഒരു സീനുകളൊക്കെ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഈ മക്കളുമായിട്ട് നമ്മുടെ അലീന ഭയങ്കര കൂട്ടായല്ലോ. അങ്ങനെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയാണ്. രാത്രി പിള്ളേരെല്ലാവരും കൂടെ അലീനയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. പിള്ളേർ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ഔസേപ്പച്ചനോ ആൽബർട്ടിനോ റോബർട്ടിനോ ഇവർക്കൊന്നും പിടിച്ചു നിർത്താനായിട്ട് പറ്റിയില്ല. അങ്ങനെ അലീനയുടെ റൂമില് നേരത്തി ബെഡിട്ടിട്ട് മറ്റേ അട്ട അടുക്കി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ എല്ലാം ഓരോന്ന് കിടക്കുന്നു. ഒരെണ്ണം അലീനയുടെ തൊടയുടെ അവിടെ കാല് വെച്ചേക്കുന്നു, ഒരെണ്ണം അലീനയുടെ മടിയിൽ തല വെച്ചിരിക്കുന്നു, ഒരെണ്ണം വയറിൽ തല വെച്ചിരിക്കുന്നു. അങ്ങനെ അലീനയെ കാണത്തില്ല. പിള്ളേരെല്ലാം അലീനയുടെ മണ്ടയിലാണ് കേട്ടോ. അലീന ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ആക്കണുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഔസേപ്പച്ചനും റോബർട്ടൊക്കെ തമ്മിൽ സംസാരിക്കുകയാണ്. ഇനി നമ്മൾ മസില് പിടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഇനി മസിൽ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നും അല്ല, നമ്മൾ നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ വിലയില്ലാത്തവരായി പോകും. കാരണം കണ്ടില്ലേ, ആ പെങ്കൊച്ച്
മക്കളെ കയ്യിലെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൽബർട്ട് പറഞ്ഞു, ഓഹോ ഇപ്പം ആൽബർട്ടാണോ റോബർട്ടാണോ റോബർട്ടാണോ അവര് പറഞ്ഞു ഇപ്പൊ ഔസേപ്പച്ചൻ എന്താ ഔസേപ്പച്ചൻ എന്നാട്ടോ പേര്, ഏട്ടൻ എന്നാന്ന് തോന്നുന്നു. ഔസേപ്പച്ചൻ നടുക്കത്തതങ്ങാണ്ടാണ്. അപ്പൊ ഏട്ടൻ എന്നങ്ങാണ്ടാണ് റോബർട്ട് വിളിക്കുന്നത്. റോബർട്ട് പറഞ്ഞു, ഏട്ടൻ ഇപ്പൊ എന്താ ആള് മാറി കളിക്കുവാണോ, വന്നപ്പോ എന്നതായിരുന്നു? അപ്പോഴത്തേക്കും ഔസേപ്പച്ചൻ പറഞ്ഞു, അങ്ങനെയല്ലേ നീയൊക്കെ ഞങ്ങളോട് പറഞ്ഞു പിടിപ്പിച്ചത്, ഒരു പെണ്ണ് ഇവിടെ കയറി വന്നു, അവള് ഭരിക്കുകയാണ്, ഭരണം എടുക്കുകയാണെന്നൊക്കെ പറയുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഏതായാലും നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലടാ ആർബട്ടെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മക്കളും കൂടെ തിരിഞ്ഞു, ഇനി നമ്മുടെ മക്കളുടെ മുമ്പിൽ നാണം കണ്ടു വരും. അപ്പം എന്താ ഇച്ചിരി സൗമ്യമായിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാ നല്ലതെന്നൊക്കെ പറയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് മക്കൾ ഒരു കാര്യം ചെയ്യാട്ടോ, ഇവരെല്ലാവരും ഊണുമേശയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവര് അലീനയുടെ കൂടെ പോവാണ്. ഭക്ഷണമൊക്കെ എടുത്ത് അലീനയുടെ കൂടെ നേരെ കിച്ചണിലേക്ക് ഇല്ല. എല്ലാവരും ഊണുമേശയിൽ ആരും ഇല്ല. ഈ പറയുന്ന ആൻസിയുടെ അമ്മയും ഔസേപ്പച്ചന്റെ ഭാര്യ വരെ പിള്ളേരുടെ കൂടെ അലീനയുടെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആകെ ഉള്ളത് ഔസേപ്പച്ചനും റോബർട്ടും മാത്രം. പിന്നെ നമ്മുടെ ഔതക്കുട്ടിച്ചായനോ അലീനയുടെ കൂടെ അല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോഴ് നമ്മുടെ ഔസേപ്പച്ചൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അടുക്കളയിലേക്ക് ചെല്ലാൻ. പറഞ്ഞപ്പോ റോബർട്ട് ചോദിച്ചേ, അടുക്കളയിൽ ചെന്ന് നമ്മളും അടുക്കളയിൽ ഇരുന്ന് കഴിക്കാനോ? അതൊന്നും അല്ല, നമുക്ക് പോയി മക്കളെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ വരുമോ? അവര് പറഞ്ഞു, അലീന ചേച്ചി ഇരിക്കുന്നിടത്തേ ഞങ്ങൾ ഇരിക്കത്തുള്ളൂ, ഒരു കാര്യം ചെയ്യുക, അലീന ചേച്ചി ഇവിടെ നിന്ന് ഊണുമേശയെ കൊണ്ടിരുത്ത്. ആരാ പറഞ്ഞത്? നിങ്ങളൊക്കെ കൂടിയല്ലേ പറഞ്ഞു അലീന ചേച്ചിയുടെ അവിടെ ഇരിക്കേണ്ടെന്ന്. അപ്പം പപ്പാച്ചൻ തന്നെ ഒരു കാര്യം ചെയ്യും, പപ്പാച്ച എന്നങ്ങാണ്ടാണ് ഔസേപ്പച്ചന്റെ മക്കള് വിളിക്കുന്നത്. അപ്പം പപ്പാച്ചൻ തന്നെ ഒരു കാര്യം ചെയ്യും, പപ്പാച്ചൻ തന്നെ അലീന ചേച്ചിനെ വിളിച്ച് ഊണുമേശയെ കൊണ്ടിരുത്തണം. ഇതേ ഞങ്ങളുടെ ഒരു വാശിയാ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് വരത്തില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കത്തുള്ളെന്നും പറഞ്ഞ് പിള്ളേർ അങ്ങോട്ട് കട്ടായം പിടിക്കാൻ തുടങ്ങി കേട്ടോ. എന്ത് ചെയ്യാനാ, ഈ പറയുന്ന നമ്മുടെ ഔസേപ്പച്ചന് പിന്നെ യാതൊരു രക്ഷയുമില്ല. അങ്ങനെ ഔസേപ്പച്ചൻ പറഞ്ഞു, അതെ ആരോടും എനിക്ക് സോറി ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ അലീനെ, എടി കൊച്ചേ, നീ ഒരു കാര്യം ചെയ്യ, മക്കളൊക്കെ നിർബന്ധിക്കുന്നതല്ലേ, നീ ഇവിടെ വന്നിരുന്ന് കഴിക്ക്, ഊണുമേശ വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അങ്ങനെ ഞാൻ ഊണുമേശയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ അഭിമാനത്തിന് വിള്ളലേക്കുന്ന പോലെ ആയി പോവത്തില്ലേ? വല്യച്ചാന്നങ്ങാണ്ട വിളിക്കുന്നത്. വല്യച്ചാന്നെ വിളിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ അത് പറഞ്ഞു പോയി, ഞാൻ പറഞ്ഞല്ലോ ഈ മക്കൾക്ക് വേണ്ടിയെങ്കിലും നീ ആ ഊണുമേശ വന്നിരിക്കാൻ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ചെയ്ത് നമ്മുടെ അലീന എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീനയ്ക്ക് പറ്റണില്ല കേട്ടോ, ഒറ്റയടിക്ക് ഇങ്ങനെ എണീക്കാൻ. അപ്പൊ ഔസേപ്പച്ചൻ തന്നെ കൈ കൊടുത്തിട്ട് പിടിച്ചോളാൻ പറഞ്ഞു. ഔസേപ്പച്ചൻ കൈ കൊടുത്ത് പിടിച്ചെണീപ്പിച്ചു. ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൈ അടിച്ച് പാസ്സാക്കി. എല്ലാവരും അലീന ചേച്ചി കീ ജയ്, അലീന ചേച്ചി കീ ജയ് എന്ന് പറഞ്ഞ് ജയ് 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 ഒക്കെ വിളിച്ചിട്ട് നേരെ പോവുകയാണ് ഊണുമേശയിലേക്ക്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോ അടുത്തൊരു പിള്ളേർക്ക് ഒരാഗ്രഹം, അതെ അലീന ചേച്ചിയുടെ കൂടെ ഞങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പോണം, ഞങ്ങൾക്ക് അലീന ചേച്ചിയുടെ കൂടെ സിനിമ കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് റോബർട്ട് പറഞ്ഞു, അതൊന്നും പറ്റത്തൊന്നുമില്ല, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഔസേപ്പച്ചൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, സിനിമ കാണാൻ പോണെങ്കിൽ കാണാൻ പോകാമല്ലോ എന്ന്. അപ്പോഴത്തേക്ക് റോബർട്ട് ഔസേപ്പച്ചൻ ഒരു നോട്ടം നോക്കിട്ടോ. കാരണം ഈ റോബർട്ടിന്റെ മനസ്സ് ഇച്ചിരി അലിഞ്ഞതായിരുന്നു അലീനയെ കണ്ടിട്ട്, അലീന ചെയ്യുന്ന കാര്യങ്ങളും അലീനയുടെ പ്രവൃത്തി കണ്ടിട്ട്. ഔസേപ്പച്ചൻ വന്നിട്ടാണ് ഈ റോബർട്ടിനെ മാറ്റിയെടുത്തത്. അപ്പൊ വീണ്ടും നമ്മുടെ ഔസേപ്പച്ചൻ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൊള്ളാലോ, ഇപ്പൊ ഞാൻ ആരായി എന്നൊരു മട്ടിലായി ഔസേപ്പച്ചൻ അല്ല റോബർട്ട്. ഏതായാലും ഇവരെല്ലാവരും കൂടെ സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട്. സിനിമയൊക്കെ കണ്ട് തിരിച്ചെത്തി. അപ്പൊ അലീന പറഞ്ഞു, ഞാൻ 1-2 തവണ സിനിമ കണ്ടിട്ടുള്ളൂ, എറണാകുളത്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പാലാരിവട്ടത്ത് പോയപ്പോഴത്തേക്കും സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ A to Z കാര്യം മുഴുവൻ പിള്ളേർക്ക് ഇപ്പൊ അറിയാം. അതുപോലെ കഥ രൂപേണ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. പിള്ളേർക്കെല്ലാം ഇപ്പം കാണാപ്പാടമാണ്, കഥകൾ ഫുൾ അറിയാം പിള്ളേർക്ക്. അപ്പൊ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പിള്ളേരും അലീനയും ഭയങ്കര കൂട്ട്. അങ്ങനെ വിളിക്കാതെയും പറയാതെ നമ്മുടെ സ്റ്റാൻലി എത്തി. അങ്ങനെ സ്റ്റാൻലി വന്നു കഴിഞ്ഞിട്ട് അലീനയോട് പറഞ്ഞു, ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഔതക്കുട്ടിയോടും പറഞ്ഞു, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഔസേപ്പച്ചനും റോബർട്ടിനും അലീനയെ വിടാൻ ഭയങ്കര വിഷമം. കാരണം മക്കള് 2 ദിവസം ലീവ് എടുത്തേ, മക്കളെ സ്കൂളിൽ പോലും വിട്ടില്ല. അലീന ഇവിടെ ഉള്ളത് കൊണ്ട് മക്കളെ 2 ദിവസം കൂടെ ലീവ് എടുപ്പിച്ചു. പിള്ളേർക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ സ്റ്റാൻലിയോട് എങ്ങനെ ഇവര് പറയുന്നത്, സ്റ്റാൻലി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. സ്റ്റാൻലിയോട് സംസാരിക്കാൻ പോലും ഇവർക്ക് സത്യം പറഞ്ഞ മുട്ട് കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അനിയന്മാർക്ക്. ഏതായാലും ചെന്നു, രണ്ടും കൽപ്പിച്ച് ചെന്നു. മക്കളെ കാര്യമല്ലേ, മക്കള് ലീവ് എടുത്ത് നിൽക്കുന്നതല്ലേ, മക്കളാണെ കൂട്ടക്കറച്ചില്ല, അലീന ചേച്ചി പോവണ്ട, അലീന ചേച്ചിനെ വിടത്തില്ല. അതിനിടയിലാണെങ്കിലോ നമ്മുടെ ഔസേപ്പച്ചന്റെ ഭാര്യ അലീനെ വീട്ടിൽ കൊണ്ടുപോകാൻ വരെ നോക്കാണ് കേട്ടോ. 2 ദിവസം
വീട്ടിൽ കൊണ്ട് നിർത്തിയാലോ എന്നൊക്കെ അവർ ആലോചിക്കുകയാണ്. അതുപോലെയാണ് അലീനയോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നിട്ടു, അല്ല സ്റ്റാൻലി ചായ, സ്റ്റാൻലി ചായ നല്ലാട്ടോ വിളിക്കുന്നത്, ലാലിച്ചന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല ലാലിച്ചായനെ ഇന്നങ്ങ് പോവോ, അല്ല ഇന്നെന്തിനാ പോകുന്നത്, അല്ല എന്തിനാ തിരുവനന്തപുരത്ത് പോയത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹപ്രകടനം. ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ ലാലിച്ചന് നമ്മുടെ സ്റ്റാൻലിക്ക് ഇതെന്തു പറ്റി, ഇവിടുത്തെ സിറ്റുവേഷൻ ഇതൊന്നും അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അലീന ഇവിടെ എല്ലാം മാറ്റി മറിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി കേട്ടോ സ്റ്റാൻലിക്ക്. ഇപ്പൊ സ്റ്റാൻലിക്ക് പോയ ആ ഒരു കാലാവസ്ഥ അന്തരീക്ഷമല്ല അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ആകെ മൊത്തം മറ്റേ കാർമേഘമൊക്കെ മാറി തെളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പം എന്തോ സംതിങ് റോങ് ഉണ്ട്, എന്തോ സംതിങ് റോങ് അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അലീന എല്ലാവരെയും കയ്യിലാക്കി എന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ നമ്മുടെ ലാലിച്ചനോട് ഇവര് ആവശ്യപ്പെടുകയാണ്, അലീനയെ കൊണ്ടുപോകരുത്, ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല, ഞാനും മോളും പോവുക. അല്ല ലാലിച്ചൻ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നോ, ലാലിച്ചാച്ചായൻ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നോ, അച്ഛന് നേരത്തെ പറയുമായിരുന്നെങ്കിലേ ഞങ്ങൾ മക്കളോടെങ്കിലും പറഞ്ഞു വെച്ചേനെ, ഇത് നേരത്തെ അച്ഛൻ പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന നമ്മുടെ സ്റ്റാൻലിയോട് പറഞ്ഞു, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, കൊച്ചുങ്ങളെല്ലാവരും നിൽക്കുമല്ലേ, എന്നെ പ്രതീക്ഷിച്ച് അവർ ലീവ് എടുത്തതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം പപ്പ, ഇന്നും കൂടെ ഞാൻ ഇവിടെ നിൽക്കാം, പപ്പ ഇന്നിവിടെ നിൽക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് ഞാൻ നിൽക്കാനോ, ഈ വീട്ടിൽ ഞാൻ നിൽക്കാനോ, നിനക്കറിയത്തില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാന്നൊന്നും, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ അലീന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പപ്പയല്ലേ പ്ലീസ് പപ്പ, ആ പിള്ളേരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ, എന്തിനാ പപ്പ ഇതുപോലെ പപ്പ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത്, ആ പിള്ളേർക്ക് പപ്പയോട് മിണ്ടാൻ വരെ എന്തൊരു പേടിയാ, പപ്പേനെ കാണുമ്പോ തന്നെ പേടിയാ, അതൊക്കെ മാറ്റി കൊടുക്കണ്ടേ പപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അലീനെ നിനക്ക് നിന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ എനിക്ക് എന്റേതായ കുറച്ച് ശീലങ്ങളും എന്റേതായ ക്യാരക്ടർ ഉണ്ടാകുന്നു, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിക്കുകയാണ്. ഏതായാലും അലീന പറഞ്ഞു, എന്നാ ഒന്ന് കാണണമല്ലോ എനിക്ക്, ഞാനേ വരുന്നില്ല, ഞാനിനി പുനലൂർക്ക് വരുന്നില്ല, ഞാൻ കൊട്ടാരം മറ്റത്തില് ഇവിടെ എന്റെ വല്യപ്പയുടെ കൂടെ അല്ല സോറി വല്യപ്പച്ചന്റെ കൂടെ നിന്നോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അലീനയുടെ വാശിക്ക് മുന്നിൽ നമ്മുടെ സ്റ്റാൻലി മുട്ടുമടക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ സ്റ്റാൻലി ആ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെ സ്റ്റാൻലി ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോയേ പിന്നെ അവിടെ നിന്നിട്ടില്ല. അപ്പൊ സ്റ്റാൻലിയും കൂടെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ, സ്റ്റാൻലിക്ക് ആ ഒരു അവസ്ഥ വരികയാണ് നമ്മുടെ അലീന കാരണം. ഏതായാലും അനിയനും ചേട്ടന്മാരും അവരുടെ മക്കളും ഒക്കെ കൂടി എന്താ പറയാ വലിയ രസകരമാക്കുകയാണ് നമ്മുടെ കൊട്ടാരമറ്റത്തിൽ വീട്. ഇപ്പോഴാണ് ഒരു വലിയൊരു തറവാടായി മാറിയത്. അലീന വന്നതോടുകൂടിയാണ് അവിടുത്തെ മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചത്. ഒരു എന്താ പറയാ ഇപ്പോഴാണ് അതൊരു വീടായത്. ഏതായാലും അലീന അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ പിടിച്ച് അടക്കുകയാണ്, എല്ലാവരുടെയും മനസ്സ് കീഴടക്കുകയാണ്. അപ്പം ബാക്കി കഥയുമായിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുതേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോയും ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.